സാമ്പത്തിക തട്ടിപ്പൊന്നും അല്ല എനിക്ക് ഉണ്ടായത്. എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് തന്നെ എന്നോട് കാണിച്ചൊരു പണിയാണ്. ഓ അതാ അങ്ങനെ തട്ടിപ്പല്ലേ? ഓൺലൈനുമായിട്ടൊന്നും അതിന് ബന്ധമില്ല. ഓൺലൈനുമായിട്ട് ബന്ധമുണ്ട്. അതായത് നമ്മള് പുതിയ ഇൻസ്റ്റാഗ്രാം ID എന്റെ മെയിൽ IDയും എന്റെ ഫോൺ നമ്പറും വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇത് ഞാൻ അറിയുന്നില്ല. ഒരു ദിവസം എനിക്ക് ഇതേപോലെ ആലുവ സൈബർ സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നു. എൻ്റെ ഹസ്ബൻഡ് പേര് സുരേഷ് ബാബു എന്നാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പേരിലായിരുന്നു എൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ സുരേഷ് ബാബു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആളിങ്ങനെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഹസ്ബൻഡും നിങ്ങൾ നാളെ ആലുവ സൈബർ സ്റ്റേഷനിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റ ID ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി കംപ്ലൈൻറ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങളെ ഞങ്ങൾ വിളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് സൈബർ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണോ ഒന്ന് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഉണ്ട് ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ആലുവ സൈബർ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവരെന്നോട് ID-ൻ്റെ നമ്പർ എൻ്റെ ID പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ID എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നാളെ സ്റ്റേഷനിൽ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ID-യുടെ ഒരു പേര്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ID-യുടെ പേരിനോട് പറഞ്ഞപ്പോൾ അതെനിക്ക് എൻ്റെ മുന്നത്തെ ഒരു സ്റ്റാഫിൻ്റെ ഒരു ID-യുടെ പേരുമായിട്ടൊരു സാമ്യം തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ആ കുട്ടീനെയും കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോൾ ID ആ കുട്ടിയുടെ പേരില്ല. അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ അപ്പോൾ ആ കുട്ടീനെ വിളിച്ച് ആ കുട്ടീനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ആരാ ഇത് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാഫ് വേറെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് ആ സ്റ്റാഫിനെ ഒന്ന് നോക്കണം. ഇപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് എന്താണെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഫോൺ ഇവിടെ തരാം, ആ ഫോണ് ഇവിടെ വെച്ചോ. അപ്പോൾ അതിലെന്താണെന്നുള്ളത് അപ്പോൾ അതിലും ഉണ്ടല്ലോ ഇൻസ്റ്റാ IDയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോന്നു. അതിന് ശേഷം ഇതാരാ അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റാഫുണ്ട്. അപ്പോൾ ആ കുട്ടീനെ നിരീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടീനെ ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കുമ്പോണ്ട് ഇവളുടെ പ്രവൃത്തിയിൽ ഇവൾ ചെയ്തതാണ്. അപ്പോൾ ഇവളെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ ഇതിലേക്ക് ടാഗ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ID ക്രിയേറ്റ് ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ കുട്ടിക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നില്ല. അവളുടെ ഇൻസ്റ്റാ IDയിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അവൾ ലോഗ് ഔട്ടായി പോവുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അവൾക്കും അറിയില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ കുട്ടീനെ നിരീക്ഷിച്ചതും ഈ കുട്ടിയുടെ IDയും ഇങ്ങനെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ഇവൾ ചെയ്ത വാട്സപ്പ് ചാറ്റുകളും മറ്റുള്ളതും ഒക്കെ വെച്ച് ഞങ്ങൾ മനസ്സിലാക്കി ഇവൾ തന്നെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടീനെ അങ്ങോട്ട് വിളിപ്പിച്ചു.